നമസ്കാരം. ഭാരതവും ഫ്രാൻസും തമ്മിലുള്ള പ്രതിരോധ ബന്ധത്തിൻ്റെ ആഴം വർദ്ധിപ്പിക്കുന്നതിലും ഇന്ത്യൻ വ്യോമസേനയുടെ കരുത്ത് അത്യാധുനികമാക്കുന്നതിലും നിർണായകമായ ഒരു വഴിത്തിരിവിലാണ് എയർ ചീഫ് മാർഷൽ AP സിംഗിൻ്റെ ഫ്രാൻസ് സന്ദർശനം അടയാളപ്പെടുത്തുന്നത്. ഇന്ത്യൻ വ്യോമസേനയ്ക്ക് പുതിയൊരു ദിശാബോധം നൽകാനും സാങ്കേതികമായി കൂടുതൽ സ്വയം പര്യാപ്തത കൈവരിക്കാനുമുള്ള ഇന്ത്യയുടെ തന്ത്രപരമായ ശ്രമങ്ങളുടെ ഭാഗമായിട്ടാണ് 3 ദിവസം നീണ്ടുനിന്ന ഈ സന്ദർശനത്തെ ആഗോള പ്രതിരോധ നിരീക്ഷകർ വിലയിരുത്തുന്നത്. പ്രധാനമായും ഇന്ത്യയുടെ പ്രതിരോധ മേഖലയിൽ ഏറെ ചർച്ച ചെയ്യപ്പെടുന്ന 32,000 കോടി രൂപയിലധികം മൂല്യമുള്ള 114 റഫാൽ വിമാനങ്ങളുടെ ഇടപാടുകൾ മുന്നോട്ട് കൊണ്ടുപോകുന്നതിലും മറ്റ് നിർണായക പ്രതിരോധ കരാറുകളിലും ചർച്ചകൾ നടത്തുന്നതിലും ഈ യാത്ര വലിയ വിജയം കൈവരിച്ചിട്ടുണ്ട്. ഇന്ത്യയുടെ പ്രതിരോധ സ്വയം പര്യാപ്തത ഉറപ്പാക്കുന്ന മേക്ക് ഇൻ ഇന്ത്യ പദ്ധതിക്ക് മുൻഗണന നൽകിക്കൊണ്ടുള്ള വിപുലമായ വ്യവസായ ചർച്ചകളും സൈനിക സഹകരണങ്ങളും ഈ സന്ദർശനത്തിൻ്റെ പ്രധാന അജണ്ടകളായിരുന്നു എന്നത് ഇതിൻ്റെ പ്രാധാന്യം ഇരട്ടിയാക്കുന്നു. ഫ്രഞ്ച് വ്യോമസേന ആസ്ഥാനമായ ബെർലാഡിൽ വെച്ച് ഫ്രഞ്ച് വ്യോമസേനാ മേധാവി ജനറൽ ജെറോം ബെലോഞ്ചോറുമായി എയർ ചീഫ് മാർഷൽ AP സിംഗ് നടത്തിയ കൂടിക്കാഴ്ചയോടെയാണ് ഔദ്യോഗിക ചർച്ചകൾക്ക് തുടക്കമായത്. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സൈനിക പങ്കാളിത്തത്തിൻ്റെ ആഴം വ്യക്തമാക്കുന്ന രീതിയിൽ പൂർണ്ണമായ സൈനിക ബഹുമതികളോടെയുള്ള ഗാർഡ് ഓഫ് ഓണർ നൽകിയാണ് ഫ്രാൻസ് ഇന്ത്യൻ വ്യോമസേനാ മേധാവിയെ സ്വീകരിക്കുന്നത്. ഇതിനു പുറമെ ഫ്രഞ്ച് പ്രസിഡന്റിൻ്റെ മിലിറ്ററി സ്റ്റാഫ് ഓഫ് ജനറൽ വിൻസെന്റ് ഗിരാർഡുമായും അദ്ദേഹം കൂടിക്കാഴ്ച നടത്തുകയും ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സംയുക്ത സൈനിക പരിശീലനങ്ങളെക്കുറിച്ചും വരുംകാല തന്ത്രപരമായ സഹകരണങ്ങളെക്കുറിച്ചും വിശദമായി സംസാരിക്കുകയും ചെയ്തു. ഫ്രാൻസിലെ പ്രശസ്തമായ സൈനിക അക്കാദമിയായ എക്കോൾ മിലിറ്ററിലെ ഓഫീസർമാരെയും അവിടെ പരിശീലനം നേടുന്ന ഇന്ത്യൻ കേഡറ്റുമാരെയും അഭിമുഖീകരിച്ച് സംസാരിച്ച എയർ ചീഫ് മാർഷൽ ഈ രാജ്യങ്ങളും തമ്മിലുള്ള അക്കാദമികവും സാങ്കേതികവുമായ കൈമാറ്റങ്ങൾ കൂടുതൽ ശക്തമാക്കേണ്ടതിൻ്റെ ആവശ്യകത ഊന്നിപ്പറഞ്ഞു. കേവലം ചർച്ചകളിൽ ഒതുങ്ങാതെ പ്രായോഗിക തലത്തിലുള്ള സൈനിക ശേഷി വിലയിരുത്തലുകൾക്കും ഈ സന്ദർശനം സാക്ഷ്യം വഹിക്കുകയുണ്ടായി. മോണ്ടി മേഴ്സൺ എയർ കോമ്പാക്ട് സെന്ററിലെത്തി ഫ്രഞ്ച് വ്യോമസേനയുടെ പ്രവർത്തന രീതികൾ നേരിട്ട് മനസ്സിലാക്കിയ എയർ ചീഫ് മാർഷൽ ഓർലിയൻസ് എയർബേസിൽ വെച്ച് എയർബസ് A400M എന്ന അത്യാധുനിക ഗതാഗത വിമാനത്തിൽ നേരിട്ട് പറക്കൽ നടത്തുകയും ചെയ്തു. ഇന്ത്യയുടെ നിലവിലുള്ള പഴയ ആഞ്ജനോവ് 32 വിമാനങ്ങൾക്ക് പകരമായി 40 മുതൽ 80 വരെ ഇത്തരം ഇടത്തരം യാത്രാ വിമാനങ്ങൾ വാങ്ങാനുള്ള ഇന്ത്യയുടെ മീഡിയം ട്രാൻസ്പോർട്ട് എയർക്രാഫ്റ്റ് പ്രോഗ്രാമിൻ്റെ മുൻനിര പരിഗണനയിലുള്ള വിമാനമാണ് എയർബസ് A400M. ഈ വിമാനത്തിൽ വ്യോമസേനാ മേധാവി നേരിട്ട് നടത്തിയ നിരീക്ഷണം യുദ്ധവിമാനങ്ങൾക്ക് പുറമെ ഇന്ത്യയുടെ വ്യോമഗതാഗത ശേഷി വൈവിധ്യവൽക്കരിക്കാനുള്ള താൽപ്പര്യം ഫ്രാൻസിനെ നേരിട്ട് അറിയിക്കുന്നതിന് തുല്യമായി മാറി. വ്യവസായ മേഖലയിലെ പ്രമുഖരുമായുള്ള ചർച്ചകളായിരുന്നു ഈ സന്ദർശനത്തിൻ്റെ മറ്റൊരു പ്രധാന ആകർഷണം. റഫാൽ വിമാനങ്ങളുടെ നിർമ്മാതാക്കളായ ദസാൾട്ട് ഏവിയേഷൻ, പ്രമുഖ പ്രതിരോധ സാങ്കേതിക വിദ്യാ കമ്പനിയായ താലസ്, എഞ്ചിൻ നിർമ്മാതാക്കളായ സഫ്രാൻ, മിസൈൽ നിർമ്മാതാക്കളായ MBDA എന്നിവയുടെ മുതിർന്ന ഉദ്യോഗസ്ഥരുമായും എയർ ചീഫ് മാർഷൽ കൂടിക്കാഴ്ച നടത്തി. ഈ ചർച്ചകളിൽ സാങ്കേതിക വിദ്യയുടെ പൂർണ്ണമായ കൈമാറ്റവും ഇന്ത്യയിൽ തദ്ദേശീയമായി ഉൽപ്പാദനം നടത്തുന്നതിനുള്ള വ്യവസ്ഥകളും അദ്ദേഹം ശക്തമായി മുന്നോട്ട് വച്ചു. നിലവിൽ ഹൈദരാബാദിൽ ടാറ്റ അഡ്വാൻസ് സിസ്റ്റംസുമായി സഹകരിച്ച് ദസാൾട്ട് കമ്പനി റഫാൽ വിമാനങ്ങളുടെ ഫ്യൂസേജ് ഭാഗങ്ങൾ നിർമ്മിക്കുന്നുണ്ട്. എങ്കിലും ഇതിൻ്റെ അസംബ്ലിംഗ് ലൈനുകൾ നാഗ്പൂരിലേക്ക് കൂടി വ്യാപിപ്പിക്കാനുള്ള ആലോചനകൾ സജീവമാണ്. പുതിയ കരാറിലൂടെ വാങ്ങുന്ന 114 വിമാനങ്ങളിൽ 94 എണ്ണവും ഇന്ത്യയിൽ തന്നെ നിർമ്മിക്കാനും തദ്ദേശീയമായ ഉൽപ്പാദന തോത് 40 മുതൽ 50% വരെയായി ഉയർത്താനും ഈ ചർച്ചകൾ വഴി സാധിക്കുമെന്നാണ് ഇന്ത്യ പ്രതീക്ഷിക്കുന്നത്. ഇന്ത്യയും ഫ്രാൻസും തമ്മിലുള്ള ഈ പ്രതിരോധ ഇടപാടുകളുടെ ഔദ്യോഗിക നടപടിക്രമങ്ങൾ ഇതിനകം തന്നെ വേഗത്തിലാക്കിയിട്ടുമുണ്ട്. ഈ വലിയ പ്രതിരോധ കരാറിൻ്റെ ആദ്യപടിയായി ജൂൺ 1 ഇന്ത്യ ഫ്രാൻസിന് ഔദ്യോഗികമായി ഒരു ലെറ്റർ ഓഫ് റിക്വസ്റ്റ് കൈമാറിയിട്ടുണ്ട്. ഇതിന് മറുപടിയായി വിമാനങ്ങളുടെ കൃത്യമായ വില, ഉത്പാദന സമയക്രമം, സാങ്കേതിക പിന്തുണ, ഇന്ത്യൻ കമ്പനികളുടെ പങ്കാളിത്തം എന്നിവ ഉൾക്കൊള്ളുന്ന വിശദമായ റിപ്പോർട്ട് 2-3 മാസങ്ങൾക്കുള്ളിൽ ഫ്രാൻസ് ഇന്ത്യക്ക് കൈമാറും. ഗവൺമെൻറ്റുകൾ തമ്മിൽ നേരിട്ട് നടത്തുന്ന ഈ ഇടപാടിൻ്റെ ചർച്ചകൾ അടുത്ത 1 വർഷത്തിനുള്ളിൽ പൂർത്തിയാകുമെന്നും 2030 ആണ്ടോടെ വിമാനങ്ങളുടെ വിതരണം ആരംഭിക്കുമെന്നാണ് പ്രതിരോധ മന്ത്രാലയം കണക്ക് കൂട്ടുന്നത്. കൂടാതെ ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്ത അസ്ത്ര മിസൈലുകളും ഭാവിയിൽ വരാനിരിക്കുന്ന ബ്രഹ്മോസ് NG ക്രൂയിസ് മിസൈലുകളും ഈ റഫാൽ വിമാനങ്ങളിൽ ഘടിപ്പിക്കുന്നതിനുള്ള പ്രത്യേക സാങ്കേതിക അനുമതിയും ഈ കരാറിൻ്റെ ഭാഗമായി ഉറപ്പാക്കുന്നുണ്ട്. നിലവിൽ ഇന്ത്യൻ വ്യോമസേന അംബാല, ഹസിമാര എന്നീ താവളങ്ങളിലായി 36 റഫാൽ വിമാനങ്ങൾ വിജയകരമായി പ്രവർത്തിപ്പിക്കുന്നുണ്ട്. ഇതിനു പുറമെ വ്യോമസേനയ്ക്കും നാവികസേനയ്ക്കുമായി 62 വിമാനങ്ങൾ കൂടി വാങ്ങാനുള്ള ഓർഡറുകൾ നിലവിലുണ്ട്.
ഇപ്പോൾ ചർച്ച ചെയ്യുന്ന 114 വിമാനങ്ങൾ കൂടി എത്തുന്നതോടെ ഇന്ത്യയുടെ ആകെ റഫാൽ വിമാനങ്ങളുടെ എണ്ണം 176 വരും. നാവികസേന സ്വന്തമായി വാങ്ങാൻ ഉദ്ദേശിക്കുന്ന 31 വിമാനങ്ങൾ കൂടി ചേരുമ്പോൾ ഇന്ത്യയുടെ പക്കലുള്ള റഫാൽ വിമാനങ്ങളുടെ ആകെ എണ്ണം 200-ലധികമാകുമെന്നാണ് കണക്കാക്കപ്പെടുന്നത്. ചൈന തങ്ങളുടെ അത്യാധുനിക സ്റ്റെൽത്ത് വിമാനങ്ങളായ J-20, J-35 എന്നിവ വ്യോമസേനയുടെ ഭാഗമാക്കുന്ന സാഹചര്യത്തിലും പാകിസ്ഥാൻ J-35 വിമാനങ്ങൾ വാങ്ങാനുള്ള ഒരുക്കങ്ങൾ നടത്തുന്ന പശ്ചാത്തലത്തിലും ഇന്ത്യയുടെ ഈ വ്യോമസേന വിപുലീകരണം രാജ്യത്തിൻ്റെ സുരക്ഷയ്ക്ക് അത്യന്താപേക്ഷിതമാകും. നിലവിൽ അനുവദിക്കപ്പെട്ട 42 സ്ക്വാഡ്രണുകൾക്ക് പകരം 29 സ്ക്വാഡ്രണുകൾ മാത്രമുള്ള ഇന്ത്യൻ വ്യോമസേനയുടെ ശേഷിക്കുറവ് നികത്തുവാൻ ഈ വിമാനങ്ങൾക്ക് സാധിക്കും. ഈ മാസം പകുതിയോടെ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഫ്രാൻസ് സന്ദർശിക്കാനിരിക്കെ ഈ റഫാൽ ഇടപാട് ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോണുമായുള്ള ചർച്ചകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയമായിരിക്കും. ഡിഫൻസ് അക്വിസിഷൻ കൗൺസിൽ ഇതിനകം തന്നെ ഈ നിർദ്ദേശത്തിന് അനുമതി നൽകിയിട്ടുള്ളതിനാൽ ക്യാബിനറ്റ് കമ്മിറ്റി ഓൺ സെക്യൂരിറ്റിയുടെ അന്തിമ അനുമതി ലഭിക്കുന്നതോടെ കരാർ ഒപ്പുവെക്കാനുള്ള നടപടിക്രമങ്ങൾ പൂർത്തിയാകും. ഇന്ത്യ സ്വന്തമായി വികസിപ്പിക്കുന്ന തേജസ് മാർക്ക് 2, AMCA തുടങ്ങിയ തദ്ദേശീയ വിമാന പ്രോജക്റ്റുകൾ പൂർണ്ണ സജ്ജമാകാൻ സമയമെടുക്കും. അതിനാൽ രാജ്യത്തിന് നേരെ ഉണ്ടായേക്കാവുന്ന ദ്വിമുഖ ഭീഷണികളെ പെട്ടെന്ന് പ്രതിരോധിക്കുവാൻ റഫാൽ വിമാനങ്ങൾ വാങ്ങുന്നത് തന്നെയാണ് ഏറ്റവും പ്രായോഗികമായ മാർഗമെന്ന് പ്രതിരോധ വിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നു. ചുരുക്കത്തിൽ എയർ ചീഫ് മാർഷൽ AP സിംഗിൻ്റെ ഈ തന്ത്രപരമായ ഫ്രാൻസ് സന്ദർശനം രാജ്യങ്ങളും തമ്മിലുള്ള സൗഹൃദം പുതുക്കുക മാത്രമല്ല ചെയ്തത്, മറിച്ച് ഭാരതത്തിൻ്റെ ആകാശ പ്രതിരോധത്തെ കൂടുതൽ ശക്തവും സ്വയം പര്യാപ്തവുമാക്കാനുള്ള കൃത്യമായ ചുവടുവയ്പ് കൂടി ആയി മാറി. ഇന്ത്യയുടെ പ്രതിരോധ മേഖലയിൽ വലിയ ചലനങ്ങൾ സൃഷ്ടിക്കുന്ന റഫാൽ വിമാനങ്ങളുടെ പുതിയ കരാറും വ്യോമസേനാ നവീകരണവും തെക്കുകിഴക്കൻ ഏഷ്യയിലെ തന്ത്രപരമായ ശക്തി സന്തുലനത്തെ പാടില്ലാത്ത വണ്ണം മാറ്റിമറിക്കുന്ന ഒന്നാണ്. ഇന്ത്യയുടെ ഈ പുതിയ സൈനിക നീക്കങ്ങൾ അയൽ രാജ്യങ്ങളായ പാകിസ്ഥാനെയും ചൈനയെയും ഒരുപോലെ ആശങ്കപ്പെടുത്തുകയും അവരുടെ പ്രതിരോധ തന്ത്രങ്ങളിൽ വലിയ തിരുത്തലുകൾ വരുത്താൻ അവരെ നിർബന്ധിതരാക്കുകയും ചെയ്യുന്നുണ്ട്. ഒരേ സമയം 2 അതിർത്തികളിൽ നിന്നും ഉണ്ടാകാൻ സാധ്യതയുള്ള ദ്വിമുഖ ഭീഷണികളെ നേരിടാൻ തക്കവണ്ണം ഇന്ത്യൻ വ്യോമസേന തങ്ങളുടെ ശേഷി വർദ്ധിപ്പിക്കുമ്പോൾ അത് സ്വാഭാവികമായും ഇസ്ലാമാബാദിലും ബീജിങ്ങിലും കടുത്ത പ്രതിരോധ സമ്മർദ്ദമാണ് ചെലുത്തുന്നത്. പശ്ചിമ അതിർത്തിയിൽ പാകിസ്ഥാനെയും വടക്കൻ അതിർത്തിയിൽ ചൈനയെയും ഒരേ സമയം പ്രതിരോധിക്കാനുള്ള ഇന്ത്യയുടെ ശേഷി ഇതോടെ പല മടങ്ങ് വർദ്ധിക്കുമെന്നാണ് ആഗോള സൈനിക നിരീക്ഷകർ വിലയിരുത്തുന്നത്. പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയുടെ റഫാൽ വിമാനങ്ങളുടെ എണ്ണം 200-ലേക്ക് ഉയരുന്നത് അവരുടെ വ്യോമസുരക്ഷയ്ക്ക് തന്നെ നേരിട്ടുള്ള വലിയൊരു വെല്ലുവിളിയാകും. നിലവിൽ സാമ്പത്തിക പ്രതിസന്ധിയിലും രാഷ്ട്രീയ അസ്ഥിരതയിലും ഉഴലുന്ന പാകിസ്ഥാന് ഇന്ത്യയുടെ ഈ വൻതോതിലുള്ള സൈനിക ശേഷി വർധനവിനൊപ്പം എത്തുക എന്നത് സാമ്പത്തികമായി അസാധ്യമായ കാര്യമാണ്. പീപ്പിൾസ് ലിബറേഷൻ ആർമി എയർഫോഴ്സിൻ്റെ സഹായത്തോടെ ചൈനയിൽ നിന്ന് J-35 സ്റ്റെൽത്ത് യുദ്ധവിമാനങ്ങൾ സ്വന്തമാക്കാൻ പാകിസ്ഥാൻ ശ്രമിക്കുന്നുണ്ട് എങ്കിലും റഫാലിൻ്റെ അത്യാധുനിക റഡാർ സംവിധാനങ്ങളോടും ദീർഘദൂര മിസൈലുകളോടും കിടപിടിക്കാൻ അവയ്ക്ക് എത്രത്തോളം സാധിക്കുമെന്നത് തർക്ക വിഷയമാണ്. കാർഗിൽ യുദ്ധകാലത്തും അതിനുശേഷമുണ്ടായ ബാലാക്കോട്ട് വ്യോമാക്രമണ സമയത്തും ഇന്ത്യൻ വ്യോമസേന പുലർത്തിയ മേധാവിത്വം റഫാലിൻ്റെ വരവോടെ പാകിസ്ഥാന് ഒരിക്കലും മറികടക്കാൻ കഴിയാത്ത ദൂരത്തിലേക്ക് വളർന്നിരിക്കുകയാണ്. റഫാലിൽ ഘടിപ്പിച്ചിട്ടുള്ള മെറ്റിയോർ, സ്കാൽപ്പ് തുടങ്ങിയ അതിമാരക മിസൈലുകൾ അതിർത്തി കടക്കാതെ തന്നെ പാകിസ്ഥാൻ്റെ ഉള്ളിലെ തന്ത്രപ്രധാന ലക്ഷ്യങ്ങളെ തകർക്കാൻ ശേഷിയുള്ളവയായതിനാൽ പാകിസ്ഥാൻ തങ്ങളുടെ വ്യോമപ്രതിരോധ സംവിധാനങ്ങൾ വലിയ ചിലവിൽ പുനഃക്രമീകരിക്കേണ്ടി വരും. ചൈനയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയുടെ ഈ നീക്കം ഏഷ്യൻ മേഖലയിലെ അവരുടെ തനത് സൈനിക മേധാവിത്വത്തിനുള്ള ശക്തമായ മറുപടിയാണ്. ചൈന ഇതിനകം തന്നെ J-20, J-35 തുടങ്ങിയ 5ാം തലമുറ സ്റ്റെൽത്ത് വിമാനങ്ങൾ വൻതോതിൽ ഉൽപ്പാദിപ്പിച്ച് അതിർത്തികളിൽ വിന്യസിച്ചിട്ടുണ്ട് എങ്കിലും യഥാർത്ഥ യുദ്ധമുഖങ്ങളിൽ പരീക്ഷിച്ച് തെളിയിക്കപ്പെട്ട റഫാലിൻ്റെ സാങ്കേതിക മികവ് അവർക്ക് കടുത്ത വെല്ലുവിളി തന്നെയാണ്. പ്രത്യേകിച്ച് കിഴക്കൻ ലഡാക്കിലെയും അരുണാചൽ പ്രദേശിലെയും യഥാർത്ഥ നിയന്ത്രണ രേഖയ്ക്ക് സമീപമുള്ള ഉയർന്ന പർവ്വത മേഖലകളിൽ ചൈനയുടെ വിമാനങ്ങൾക്ക് പൂർണ്ണശേഷിയിൽ പ്രവർത്തിക്കാൻ വായുവിൻ്റെ സാന്ദ്രത കുറവായതിനാൽ വലിയ ബുദ്ധിമുട്ട് നേരിടേണ്ടി വരുന്നുണ്ട്. എന്നാൽ ഉയർന്ന യുദ്ധമേഖലകളിൽ മികച്ച പ്രകടനം കാഴ്ചവെക്കുവാൻ റഫാലിന് സാധിക്കുമെന്ന് ഇതിനകം തന്നെ തെളിഞ്ഞിട്ടുള്ളതാണ്. കൂടാതെ ഈ റഫാൽ വിമാനങ്ങളിൽ ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ച അസ്ത്ര മിസൈലുകളും ഭാവിയിൽ ബ്രഹ്മോസ് NG ക്രൂയിസ് മിസൈലുകളും സംയോജിപ്പിക്കുന്നതോടെ ചൈനയുടെ വ്യോമതാവളങ്ങളും വിമാനവാഹിനി കപ്പലുകളും ഇന്ത്യയുടെ നേരിട്ടുള്ള ആക്രമണ പരിധിയിലാകുമെന്നത് ബെയ്ജിങ്ങിനെ അസ്വസ്ഥമാക്കുന്നുണ്ട്. മാത്രമല്ല ഇന്ത്യയും ഫ്രാൻസും തമ്മിലുള്ള ഈ തന്ത്രപരമായ പങ്കാളിത്തം കേവലം വിമാനങ്ങൾ വാങ്ങുന്നതിൽ മാത്രം ഒതുങ്ങുന്നില്ല എന്നതും ഇരു രാജ്യങ്ങളുടെയും ആശങ്ക വർദ്ധിപ്പിക്കുന്നു. മേക്ക് ഇൻ ഇന്ത്യ പദ്ധതിയിലൂടെ പ്രതിരോധ സാങ്കേതിക വിദ്യ ഇന്ത്യയിലേക്ക് കൈമാറുന്നതിലൂടെ പ്രതിരോധ നിർമ്മാണ രംഗത്ത് ഇന്ത്യ ഒരു വലിയ ആഗോള ഹബ്ബായി മാറാനുള്ള സാധ്യത തെളിയുകയാണ്. ഇതിൽ ചൈനയുടെ സാമ്പത്തികവും സൈനികവുമായ ആധിപത്യ ശ്രമങ്ങൾക്ക് വലിയൊരു തടസ്സമാകും. ഫ്രാൻസിനെ പോലൊരു ആഗോള ശക്തിയുമായി ചേർന്ന് ഇന്ത്യ നടത്തുന്ന പ്രതിരോധ നീക്കങ്ങൾ ഇന്തോ പസഫിക് മേഖലയിൽ ചൈന നടത്തുന്ന ഏകപക്ഷീയമായ കടന്നുകയറ്റങ്ങൾ തടയുവാൻ ഇന്ത്യക്ക് കൂടുതൽ നയതന്ത്ര കരുത്ത് പകരും. ഇന്ത്യയുടെ ഈ സൈനിക വളർച്ച തങ്ങളെ തളയ്ക്കാനുള്ള അന്താരാഷ്ട്ര നീക്കങ്ങളുടെ ഭാഗമാണെന്ന് ചൈന ഭയപ്പെടുമ്പോൾ
പാകിസ്ഥാൻ തങ്ങളുടെ നിലനിൽപ്പിന് തന്നെയുള്ള ഭീഷണിയായിട്ടാണ് ഇതിനെ കാണുന്നത്. ചുരുക്കത്തിൽ ഇന്ത്യയുടെ ഈ വ്യോമസേനാ നവീകരണവും വിപുലീകരണവും പാകിസ്ഥാനെയും ചൈനയും പ്രതിരോധപരമായ ഒരു പ്രതിസന്ധിയിലേക്ക് തള്ളിവിടുകയാണ് ചെയ്യുന്നത്. പാകിസ്ഥാനും ചൈനയും ചേർന്നുള്ള ഒരു സംയുക്ത ആക്രമണ സാധ്യത നിലനിൽക്കുന്ന തന്ത്രപരമായ സാഹചര്യത്തിൽ രണ്ട് മുന്നണികളിലും ഒരേ സമയം ആധിപത്യം പുലർത്തുവാൻ ഇന്ത്യയെ ഈ റഫാൽ വിമാനങ്ങൾ സഹായിക്കും. ഇന്ത്യയുടെ ആകാശക്കരുത്ത് വർദ്ധിക്കുന്നത് വഴി അതിർത്തികളിൽ ഏകപക്ഷീയമായ കടന്നുകയറ്റങ്ങൾ നടത്തുവാൻ ചൈനയോ പാകിസ്ഥാനോ ഇനി മുതിരില്ല എന്ന് മാത്രമല്ല, ഏഷ്യൻ ഭൂഖണ്ഡത്തിലെ സുരക്ഷാ സമവാക്യങ്ങളിൽ ഇന്ത്യ കൂടുതൽ ശക്തമായ നിലപാടുകളിലേക്ക് ഉയരുകയും ചെയ്യും. ഇത് ഒടുവിൽ ചൈന പാകിസ്ഥാൻ അച്ചുതണ്ടിൻ്റെ തന്ത്രപരമായ സ്വാധീനത്തെ ദുർബലപ്പെടുത്തുകയും മേഖലയിൽ ഭാരതത്തിൻ്റെ സ്ഥാനം കൂടുതൽ സുരക്ഷിതമാക്കുകയും ചെയ്യും. വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ്.